ഹായ് ഗൈസ്, ഇപ്പോൾ 2-3 ഡേയ്സ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ന്യൂസ് ചാനലുകളിലൊക്കെ ഭയങ്കര ചർച്ചയാണ്. നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ മകളായ ദിയ കൃഷ്ണൻ്റെ സ്ഥാപനത്തിൽ ഒരു 69 lakhs രൂപ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു 3 സ്ത്രീകൾ അല്ലെങ്കിൽ 3 പെൺകുട്ടികൾ കൂടി അത് അടിച്ചു മാറ്റി എന്ന് പറയും. അപ്പോൾ അത് വളരെ ചർച്ചയായിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ജാതി എന്നൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം. നമ്മൾ ചെയ്യുന്ന ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാറ്. പക്ഷേ ഇവർ ഫീൽഡായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ടും പിന്നെ കൃഷ്ണകുമാർ എന്നൊരു ആളുടെ മകളായതുകൊണ്ടും മാത്രമല്ല, ഇവിടെ ജാതി എന്നൊരു സംഭവം ഇവിടെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ ഓൾറെഡി അവർ കേസ് കൊടുത്തിരുന്നു. അപ്പോൾ ഇവർ തിരിച്ച് കേസ് കൊടുക്കുകയുണ്ടായി. 69 ലക്ഷം രൂപ നമ്മുടെ സ്ഥാപനത്തിന് മിസ്സാവുന്ന സമയത്ത് നമ്മൾ സ്ഥാപനം നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റാഫിനെ അവരെ നമ്മൾ അത്രയധികം ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളിലൊക്കെ അവരെ കണക്ട് ചെയ്തിട്ട് കൊണ്ടായിരിക്കും സ്ഥാപനം മുന്നോട്ട് പോകുന്നുണ്ടാവും. കാരണം ഇവൻ ഫിനാൻഷ്യൽ ഡീലിങ്സ് പോലും ഇവരെ ഇവർ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആളുടെ അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, എനിക്കൊരു ഫാമിലി പോലെയായിരുന്നു അവർ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലായിരിക്കും. അല്ലെങ്കിൽ നമുക്കൊരു ലിമിറ്റ് ഉണ്ടായിരിക്കും. പിന്നെ ആൾ പ്രഗ്നൻ്റ് ആയ സമയത്താണ് കൂടുതൽ പ്രശ്നങ്ങൾ വന്നിരുന്നത്. അത്ര അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റാണ്ടായ സമയത്തൊക്കെയാണ് ഈ ഫിനാൻഷ്യൽ ഡീലിങ്സ് കൂടുതൽ അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വലിയൊരു എമൗണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 69 ലക്ഷം സ്ഥാപനത്തിൽ അത്രയും ടേൺ ഓവർ ഉണ്ടായിരിക്കും, അത്രയും പർച്ചേസ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തൊഴിൽ അത്രയും വോളിയം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത്രയും വലിയ എമൗണ്ട്. എത്ര ദിവസം കൊണ്ട് വന്ന എമൗണ്ട് ആണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഈ എമൗണ്ട് 3 അവിടെ തൊഴിൽ ചെയ്യുന്ന ജീവനക്കാർ അടിച്ചു മാറ്റി. അപ്പോൾ അവർ കേസ് ഫയൽ ചെയ്തിട്ട് ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൃഷ്ണകുമാർ വിളിച്ച് സംസാരിക്കുകയൊക്കെ ഉണ്ടായെന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഈ എമൗണ്ട് ഒരു 8 ലക്ഷം രൂപ സംതിങ്സ് അവർ എമൗണ്ട് സെറ്റിൽ ചെയ്യുന്നുണ്ടായി. അതിനുശേഷമാണ് അവർ തിരിച്ച് കേസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സൗമ്യ സരിൻ ചേച്ചിയുടെ ഭാഷയിൽ പറഞ്ഞ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഇതിൽ സംഭവിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവർ സെറ്റിൽ ചെയ്യാന്ന് പറയുന്നു. പിന്നെ ഇവർ മീഡിയനെ കണ്ടിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളവിടെ തൊഴിലാളികളായിരുന്നില്ല, ഞങ്ങൾക്കൊരു ചെറിയ സ്പേസാണ് ഭക്ഷണം കഴിക്കാൻ പോലുള്ള ഒരു ബാത്റൂം സൗകര്യങ്ങളൊക്കെ, ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ക്ലീൻ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് തികച്ചും ഒരു ഇൻ്റർകാസ്റ്റാണെന്ന് തോന്നുന്നു. കാസ്റ്റ് ബേസിലുള്ള ആ ഒരു പൊളിറ്റിക്സ് അവിടെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലാണ് മീഡിയയോട് അവർ സംസാരിച്ചത്. അപ്പോൾ അത് സംസാരിച്ചപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഒരുവിധം അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് പേഴ്സണലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണകുമാർ ആരായിക്കോട്ടെ, കൃഷ്ണകുമാർ രാഷ്ട്രീയ ഇതായിക്കോട്ടെ, അയാളെ വ്യക്തി എന്ന അയാളുടെ ഒരു സംഭവത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം പൊളിറ്റിക്കലി. ഇപ്പോൾ അവസാനം ദിയ വന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ എൻ്റെ അച്ഛൻ നായരാണ്, അമ്മ ഈഴവയാണ്, ഞാൻ കഴിച്ചുള്ള എൻ്റെ ഹസ്ബൻഡ് ബ്രാഹ്മണനാണ്, നിങ്ങൾ മിക്സഡ് കാസ്റ്റുള്ള ആൾക്കാരാണ്, അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു വിവേചനം ഇതുവരെ കാണിച്ചിട്ടില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും അവർ സപ്പോർട്ട് ചെയ്യാറ്, ഈവൻ ബാത്റൂം കഴുകാൻ പോലും അവരില്ലാത്ത സമയത്ത് ഞാൻ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല പറഞ്ഞാൽ ഞാൻ ചെയ്യാറുണ്ട്, ക്ലീനിങ് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട്, അപ്പോൾ അങ്ങനെ ഒരു വിവേചനം ഇവർ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ സമയം. അപ്പോൾ ഈ ജാതീയമായിട്ട് വന്നു കഴിഞ്ഞ് ഇവരെ കാസ്റ്റാണ് ഇവിടെ. അപ്പോൾ നമുക്കറിയാം പല പ്രശ്നങ്ങളും കാസ്റ്റ് വൈസിൽ. ഞാൻ ഇതിലേക്ക് പെട്ടെന്ന് ഓർമ്മ ഒരു പടമാണ്, ഒരു ഫിലിമുണ്ട്, ഫിലിമിൻ്റെ പേര് ഒരു നായാട്ട്, ജോജു ജോർജൊക്കെ അഭിനയിച്ചൊരു പടമാണ്. അപ്പോൾ ആ പടത്തിലെ സബ്ജക്റ്റ് നിങ്ങൾക്കറിയാം. അപ്പോൾ അത് മെയിൻ സബ്ജക്റ്റാണത്. കാലഘട്ടത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സബ്ജക്റ്റാണ് ഇത്. എന്ന് വെച്ച് കഴിഞ്ഞ് കാസ്റ്റ് വൈസിൽ ഇവർ വന്നു കഴിഞ്ഞ് കേസിൽ ഒരുപാട് പോയിന്റ്സുകളുണ്ട്, ഒരുപാട് ലൂപ്പ് പോയിന്റ്സ്. ഇവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക ഒരുപാട് ആളുകളുണ്ടായിരിക്കും. അത് നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ കാസ്റ്റ് വൈസിലുള്ള കാര്യങ്ങളൊക്കെ 100% അംഗീകരിക്കും. ഇതിവിടെ സംഭവിച്ചിട്ടുള്ളത് ഇവരെ ജാതിയോ പൊളിറ്റിക്സോ ഒന്നല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അത് ഊരിപ്പോരാൻ വേണ്ടിയിട്ട് അവർ കാസ്റ്റ് വൈസിൽ മീഡിയ ഡിസ്കഷനായി, അത് ചർച്ചയായി, ഒരുപാട് മീഡിയാസ് അത് ഏറ്റെടുത്തു. അപ്പം നിങ്ങൾ താഴ്ന്ന ജാതിയിലുള്ള ആളുകളായതുകൊണ്ടല്ല ഇങ്ങനെ പെരുമാറണം എന്നുള്ള രീതിയിലേക്ക് ആ സംഭവം മാറി. ഇത് അവർ കളിച്ചുള്ള ഗംഭീര ഗെയിമാണ്. അപ്പോൾ ഈ കാസ്റ്റ് വേസിന് മുതലെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ജെന്യുവിൻ കേസുകളിലാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിന് എതിരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഒരുപോലെ നീതി ലഭിക്കണം, എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും കിട്ടും, നമ്മൾ ഒരുമിച്ച് കിട്ടണം. ഈവൻ ഈ സമൂഹത്തിലുള്ള ഇമ്പോർട്ടൻസ് എല്ലാ കാര്യങ്ങളും നമ്മളൊരു വേദിയിലായാലും എവിടെയായാലും നമുക്ക് സ്കൂളിലായാലും കോളേജിലായാലും ജോബ് ഓറിയൻറ്റഡ് ആയാലും ഒക്കെ നമുക്ക് ആ സ്ഥാനം കിട്ടണം. അതിൽ നമ്മൾ 100% അത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വിഭാഗം ആളുകൾ അതിനെതിരാണ്. ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിൽ തന്നെ നടക്കുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. പിന്നെ മറ്റുള്ള സ്റ്റേറ്റിൽ നമ്മൾ പോകേണ്ട കാര്യമില്ല. അവിടെ ജാതി പറഞ്ഞിട്ടുള്ള കളികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നുള്ളത് ഏറ്റവും വലിയ സംഭവം. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതലെടുക്കാൻ ശ്രമിക്കുന്നത് വളരെ മോശമായ കാര്യം. കാരണം നീതി അർഹിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ജാതിപരമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ആ സമയത്ത് ഇത് വെച്ചിട്ട് അവർ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ 100% അഭിപ്രായം. ഈ പൈസ അവർ കൊടുക്കേണ്ട പൈസയാണ്, തിരിച്ചു കൊടുക്കണം. അതിനെ
അടിച്ചമർത്താൻ വേണ്ടി അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വക ഉടായ്പ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. അതായത് ജനങ്ങൾ തിരിച്ചറിയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിയ കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ, കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ആളല്ല, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. സാധാരണക്കാരായ ആളുകൾ ചിലപ്പോൾ ഇതിനെ നേരിടേണ്ടി. ഇവർക്കൊന്നും കുഴപ്പമില്ല, കാരണം ഇവർക്ക് പൊളിറ്റിക്കലി ഒക്കെ സപ്പോർട്ട് ഉണ്ട്. ഇപ്പോൾ അവർ തന്നെ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, കൃഷ്ണകുമാർ ഞാൻ ആരാ നിനക്കറിയോ. അപ്പം അവർ പറഞ്ഞതാണ്, എത്രമാത്രം അറിയില്ല, ഇവിടെ ഭരിക്കുന്ന CPM അല്ല കേന്ദ്രത്തിൻ്റെ കളി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് അവരെങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് കൂടി ചിന്തിക്കണം. അത് അവരുടെ ഉള്ളിൽ നിന്ന് വന്നതാണോ അതോ കൃഷ്ണകുമാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ചിന്തിക്കണം. കാരണം നമ്മളത് അവർ പറഞ്ഞിട്ടാണ് കേട്ടുള്ളത്. അപ്പോൾ ഈ പൊളിറ്റിക്സ് ജാതി എന്നുള്ളത് നേരെ കണക്റ്റഡാണ്. അപ്പോൾ അവർക്ക് അതിലെ കുറേ പോയിന്റ്സുകളുണ്ട്. നമുക്കറിയാം, കൃഷ്ണകുമാർ തന്നെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആളുടെ വീട്ടിൽ പണ്ട് കഞ്ഞി കുടിക്കുമ്പോൾ, കുഴിയിൽ കഞ്ഞി കുടിക്കുമ്പോൾ കുടിക്കുന്ന കാണുമ്പോൾ കൊതിയാവുന്നു. അത് ഉള്ളിൽ നിന്ന് വന്നൊരു സാധനമാണ് ആളുടെ. അപ്പോൾ ഇവരുള്ളിലൊക്കെ സംഭവമൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് സംഭവിച്ചു കൊടുക്കും. അത് ഉന്നത കുല ജാതൻ, അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണം. നമ്മുടെ സ്വന്തം MP സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞുള്ള സംഭവമാണ്. അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കണം, ഭഗവാനെ മുമ്പിൽ നിന്ന് തൊഴണം, അടുത്ത് നിന്ന് കാണണം, തൊഴണം. അപ്പം അതിനൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആ കാസ്റ്റ് വേഴ്സിനാണല്ലോ. കാസ്റ്റിലാണെങ്കിൽ മറ്റുള്ള കാസ്റ്റുകാർക്കൊന്നും ഇത്ര ഇത് കിട്ടില്ലല്ലോ. ബ്രാഹ്മണനായി ജനിച്ചാലാണ് ഭഗവാനെ മുന്നിൽ നിന്ന് കാണാൻ പറ്റുക. അവരുടെ മൈൻഡ് സെറ്റാണത്. അപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം പറയുമ്പോൾ അയാൾക്ക് നല്ല പൊളിറ്റിക്സ് ഉണ്ട്, കൃഷ്ണകുമാറിന് അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റ് ഒരു ചർച്ച ചെയ്യേണ്ട സബ്ജക്റ്റാണ്. ഇത് എത്രമാത്രം ഇത് കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കൂടിയാണ് കേട്ടോ. ഇതിനെതിരെ ഞാൻ ആരും പൊങ്കാലിടാൻ വരില്ല. ഞാൻ 100% ഒരു ഇടതുപക്ഷ അനുകൂലിയും കൂടി അനുഭാവമുള്ള ആളും കൂടിയാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം കേട്ടപ്പോൾ ഇത് ഒരുപാട് ആളുകൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു ഉടായ്പ് ചെയ്തിട്ട്, കള്ളത്തരം ചെയ്തിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡിസ്കഷൻ അല്ല ഈ കാസ്റ്റ് വേഴ്സിൽ കൊണ്ടുവന്നുള്ളൊരു പോയിന്റ് ഇവിടെ കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആക്കിയത്. ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ.